നമസ്കാരം സാർ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം ജി സുധാകരൻ ഒരു പത്രസമ്മേളനം നടത്തി. അതായത് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ വലിയൊരു വിവാദമായില്ലെങ്കിലും കേരള സമൂഹത്തിനും CPM-നും എന്താണ് അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ, അങ്ങേക്കൊന്ന് വിലയിരുത്താൻ പറ്റുമോ? ജി സുധാകരൻ്റെ പത്രസമ്മേളനം നമ്മൾ വിലയിരുത്തുമ്പോഴേ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി. അത് കോമണാണ്, എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമുള്ളതാണ്. സുധാകരനെ ആവർത്തിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പൊളിറ്റിക്കൽ ക്രിമിനൽസിൻ്റെ വളർച്ച. അതൊരു വലിയ പ്രശ്നമാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രം പ്രശ്നമല്ലല്ലോ, കേരളത്തിൻ്റെ പൊതുവായൊരു പ്രശ്നമല്ലേ. അതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടല്ല, അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് അഴിമതിക്കെതിരായിട്ടാണ്. അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ അണിചേരാൻ. പൊളിറ്റിക്കൽ ക്രിമിനൽസിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഫൈറ്റ് ചെയ്യുന്ന സുധാകരന് കൂടെ, അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന സുധാകരന് കൂടെ ആർക്ക് വേണമെങ്കിലും അണിചേരാം. ഇതാണ് സുധാകരൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. പിന്നെ സുധാകരൻ്റെ പത്രസമ്മേളനം നമ്മളൊന്ന് നോക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് മുഴുവൻ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്ത സേവനങ്ങളെക്കുറിച്ചാണ്. താനങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി. അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കൊലപാതകം അത് ഒരു ടേണിംഗ് പോയിൻ്റാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കൊലപാതകം പഴയ NDPയുടെ വിദ്യാർത്ഥി കക്ഷിയായിരുന്ന, വിദ്യാർത്ഥി സംഘടനയായിരുന്ന ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ DSUവിൻ്റെ പ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ അനുജനെ കൊന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ആ കേസിലെ പ്രതികൾ DSUക്കാരായിരുന്നു. അപ്പോൾ KSUക്കാർ സുധാകരൻ്റെ അനുജനെ കൊന്നു. അനുജനെ കൊന്ന KSUവിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം സുധാകരൻ പോകുന്നതിനാണല്ലോ എതിർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു എതിർപ്പിൻ്റെ മുനെ ഒടിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഭുവനചന്ദ്രൻ്റെ ജ്യേഷ്ഠൻ ജി സുധാകരന് കോൺഗ്രസ് പാളയത്തിൽ പോയത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതേ ഉള്ളൂ. ഭുവനേന്ദ്രനെ കൊന്നത് ആരാണെന്ന് പറയുന്നില്ലല്ലോ. നേരത്തെ ആരാണ് കൊന്നതെന്നില്ലേ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ആ ഫോക്കസ് സുരേന്ദ്രൻ മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ സുരേന്ദ്രൻ കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അഴിമതിക്കെതിരെ താൻ പോരാടും എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോഴും അഴിമതിയുണ്ട്. പക്ഷേ അവസാനം ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റിനെതിരല്ലേ പെട്ടെന്ന് ആരോപണങ്ങൾ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയാണ് ജി സുധാകരൻ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസം ആ പത്രസമ്മേളനം കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ 1-2 പത്രങ്ങൾ വായിച്ചപ്പോൾ സലാമിനെതിരെയും അതേപോലെ തന്നെ സജി ചെറിയാനെതിരെയും മാത്രമാണ് അദ്ദേഹം വിമർശനങ്ങൾ പ്രയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ആ പത്രസമ്മേളനത്തിൽ കിട്ടിയ സന്ദേശം എനിക്ക് തോന്നിയത് മാത്രമല്ല, ഒരുവിധം ജനങ്ങൾക്ക് വായിച്ചപ്പോൾ കിട്ടിയ വിവരവും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. CPM-നെ അങ്ങ് അതിതീവ്രമായിട്ട് അദ്ദേഹം ഇതാക്കിയിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും സലാമിനെയും സജി ചെറിയാനെതിരെ മാത്രമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് വളരെ തന്ത്രപൂർവ്വ നിലപാടാണ്. അഴിമതിക്കെതിരെ പറയുമ്പോൾ ആർക്കൊക്കെ നോവുമോ അവർക്കൊക്കെ നോവട്ടെ. പക്ഷേ സുധാകരൻ്റെ തൊട്ടടുത്ത പ്രതിയോഗികൾ സജി ചെറിയാനും സലാമും നാസറുമാണ്. അവരാണ് ആലപ്പുഴ നിൽക്കുന്നത്. സുധാകരൻ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തികൾ, സുധാകരൻ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ. അപ്പം അവർക്കാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. അതെന്തിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പാർട്ടി തന്നോടൊപ്പം നിൽക്കണം. പഴയ പാർട്ടി പ്രവർത്തകർ, പഴയ കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെയാണ് എതിർക്കേണ്ടത്. കാരണം ആലപ്പുഴ ജില്ല നടക്കുന്ന ക്രിമിനൽസിനെതിരെ, ആലപ്പുഴ കുറച്ചു കാലം മുമ്പ് മയക്കുമരുന്ന് കടത്തിയ ഒരു കേസിലെ പിടിയിലായതൊരു CPM പ്രവർത്തകനല്ലേ. അതുപോലെ തന്നെ അഴിമതി എല്ലാ ജില്ലയിലും ഉള്ള പോലെ അതിന് ഒരു സ്റ്റെപ്പ് കൂടുതൽ ആലപ്പുഴയുണ്ട്. അതതിൻ്റെ വാസ്തവം. അപ്പോൾ ആലപ്പുഴ അഴിമതിക്കാരായ പാർട്ടിക്കാരാരാണെന്ന് ജനത്തിനറിയാം, മാർക്സിസ്റ്റ് പാർട്ടിക്കാരും അറിയാം. അപ്പോൾ അതുകൊണ്ട് അഴിമതിക്കാർ നിൽക്കുന്നു. ആരാണ് അഴിമതിക്ക് ആലപ്പുഴ നേതൃത്വം കൊടുത്തിരിക്കുന്നത്? ഒന്ന് സജി ചെറിയാൻ, മറ്റൊന്ന് സലാം, മറ്റൊന്ന് നാസർ. അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സുധാകരനെതിരെ വളരെ മൈൽഡായിട്ടുള്ള പ്രതികരണമാണ് മറ്റാളുകളിൽ നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ സുധാകരൻ്റെ പ്രഖ്യാപനത്തിൽ, സുധാകരൻ്റെ ആരോപണത്തെ നിഷേധിക്കാൻ തോമസ് ഐസക്കിന് കഴിഞ്ഞിട്ടുണ്ടോ? ആലപ്പുഴ പാർട്ടിക്കാർ ശുദ്ധരാണ് എന്ന് തോമസ് ഐസക്കിന് പറയാൻ പറ്റും? ബാലന് പറയാനൊക്കും? AK ബാലന് പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റില്ല. സുധാകരനെ എതിരായിട്ട് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ അവർ സുധാകരനെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്തത്. സുധാകരൻ അധികാരമോഹിയാണ്, അധികാരത്തോടുള്ള ആർത്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം
പാർട്ടി വിട്ട് വീണ്ടും കോൺഗ്രസിൻ്റെ പാളയത്തിൽ പോയി മത്സരിക്കുന്നത് എന്നാണ് പറയുമ്പോൾ. അപ്പോൾ അപ്പുറത്ത് വേറെ ഒരു ചിത്രമുണ്ട്. സുധാകരൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് സുധാകരനെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സുധാകരന് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ സുധാകരൻ അധികാരമോഹിയാണ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ടേം തുടങ്ങാൻ വീണ്ടും മുഖ്യമന്ത്രിയായി തുടരാൻ താല്പര്യപ്പെടുന്ന പിണറായി വിജയനെക്കുറിച്ച് എന്ത് പറയും? അതുപോലെ തന്നെ AC മൊയ്തീൻ 4 പ്രാവശ്യമായിട്ട് മത്സരിക്കുകയാണ്. തോമസ് ഐസക്കും 3-4 പ്രാവശ്യമായിട്ട് മത്സരിക്കുന്നില്ലേ? ആരിഫ് മത്സരിക്കുന്നില്ലേ? അവർക്ക് ആർക്കുമില്ലാത്ത അഴിമതിയുടെ ഒരു ആർത്തി എന്താണ് സുധാകരനുള്ളത്? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ആ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും ആരും സുധാകരൻ്റെ വാദമുഖങ്ങളെ എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അക്കാര്യത്തിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു CPM-ൻ്റെ ഒരു പ്രവർത്തകൻ പറഞ്ഞതാണ്, അതായത് G. സുധാകരൻ VS അച്യുതാനന്ദനെ മാൻഡ്രോക്ക് ആണെന്ന് വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ VS അച്യുതാനന്ദനല്ല മാൻഡ്രോക്ക്, G. സുധാകരനാണ് മാൻഡ്രോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി CPM-ൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മാൻഡ്രോക്കിനെ എടുത്ത് മാറ്റി കോൺഗ്രസ്സുകാരുടെ തലയിലെടുത്ത് വെക്കുന്നു, കോൺഗ്രസ്സുകാർ അനുഭവിക്കട്ടെ എന്നാണ് ആ പറഞ്ഞ വ്യക്തി. അത് ശരിയാണോ? ഇദ്ദേഹമാണോ മാൻഡ്രോക്ക്, അതോ VS അച്യുതാനന്ദനെ വിളിച്ച് അദ്ദേഹമായിരുന്നു ശരിക്കുള്ള മാൻഡ്രോക്ക്? ഇവർ രണ്ടുപേരും മാൻഡ്രോക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന അത് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പറയുന്ന അതുപോലെ നമ്മളങ്ങോട്ട് അംഗീകരിക്കണമെന്നില്ലല്ലോ. VS അച്യുതാനന്ദൻ മാൻഡ്രോക്കാണെന്ന് ഞാൻ കരുതുന്നില്ല, G. സുധാകരനും മാൻഡ്രോക്കാണെന്ന് ഞാൻ കരുതില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമാണ്. അവിടുന്ന് ആണ് KR ഗൗരിയമ്മയെ പുറത്താക്കുകയാണ് ചെയ്തത്. അച്യുതാനന്ദൻ സമ്മേളന നഗർ വിട്ട് പുറത്തു പോയപ്പോൾ വേണമെങ്കിൽ പുറത്താക്കാമായിരുന്നു. പാർട്ടി ഭരണഘടന അനുസരിച്ചാണ് പാർട്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ പാർട്ടിക്ക് അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സുധാകരൻ എന്താണ് ചെയ്തത്? പാർട്ടിയിൽ നിന്ന് സുധാകരൻ പോയിട്ടില്ല. സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരനെ പുറത്താക്കാൻ പറ്റില്ല. പുറത്താക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഗൗരിയമ്മയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണം പോലെ പറയാമായിരുന്നു. ഗൗരിയമ്മയ്ക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞില്ലേ? എത്ര കടുത്ത ആരോപണം പറഞ്ഞു. പക്ഷേ അതൊരു പ്രശ്നമുണ്ടായിരുന്നു. അന്ന് പാർട്ടിയെ നയിക്കാൻ EMS ഉണ്ടായിരുന്നു. ഇന്ന് അതുപോലൊരു ടവറിങ് പേഴ്സണാലിറ്റി CPM-ലില്ല. എല്ലാവരും കളങ്കിതരാണ്. EMS-ഓ EK നായനാരോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനൊന്നും കളങ്കിതരാണെന്ന് പറയാൻ ഒക്കത്തില്ല. ഇന്ന് CPM-ൻ്റെ എല്ലാ നേതാക്കന്മാരും കളങ്കിതരാണ്. ആ കളങ്കിതരായ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് സുധാകരനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിമർശിക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ കഴിയുന്നത്? അതാണ് പാർട്ടി നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. അതാണ്. ആയിക്കോട്ടെ, 2 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളതും കൂടി. അതായത് ഈ പത്രസമ്മേളനം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയും അദ്ദേഹത്തിൻ്റെ വൈഫ് ബെറ്റി ബേബിയും കൂടി വന്ന് ഭക്ഷണം കഴിച്ച് അവരായിട്ട് അധിക സമയം ഇരുന്ന് G. സുധാകരനും ഫാമിലിയായിരുന്നു സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറത്തു പോയത്. അത് ഒരു വശം അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അദ്ദേഹം G. സുധാകരൻ CPM-ൽ നിന്ന് വിട്ടാൽ, ഇപ്പോൾ സംസാരിച്ച് പുറത്തു പോയിട്ടുണ്ടെങ്കിലും CPM-ൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ സ്വതന്ത്രനായിട്ട് അദ്ദേഹം മത്സരിക്കാൻ പോവുകയാണ്. അത് അങ്ങനെ സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞാൽ അത് CPM-നെ ബാധിക്കുമോ ഇല്ലയോ? അതിന് സംശയിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം MA ബേബി എവിടെ ചെന്നാണ്? MA ബേബിയും G. സുധാകരൻ സഹപ്രവർത്തകരായിരുന്നില്ലേ? അപ്പോൾ MA ബേബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ സുധാകരനെ കാണാൻ പോയിട്ട് തെറ്റാണ്. ഇത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. സുധാകരനെതിരെ പിണറായി വിജയൻ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയോ? TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കൊലപാതകം നടന്നപ്പോൾ കുലംകുത്തിയാണെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ ആരുടെയെല്ലാം പേരിൽ പിണറായി വിജയൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, വിമർശിച്ചിരിക്കുന്നു. എന്താ അദ്ദേഹം ഒന്നും പറയാതിരുന്നത്? എന്തുകൊണ്ട് MA ബേബി നിർഭാഗ്യകരം എന്നല്ലേ പറഞ്ഞുള്ളൂ? സുധാകരൻ മോശക്കാരനാണെന്ന് പറഞ്ഞില്ല, അദ്ദേഹം പോയത് നിർഭാഗ്യകരം എന്ന് പറയുന്നുള്ളൂ. സുധാകരൻ മോശക്കാരനാണെന്ന് പറയുന്ന 3 പേരേ ഉള്ളൂ. അത് സജി ചെറിയാനും H. സലാമും നാസറുമാണ്. അവരും സുധാകരനും തമ്മിലുള്ള ഫൈറ്റിൽ സുധാകരനെ പ്രതിക്കൂട്ടി നിർത്താനോ സുധാകരൻ മോശമാണെന്ന് പറയാനോ ഒരു CPM-ൻ്റെ ഉന്നതന്മാരായ നേതാക്കന്മാരും തയ്യാറായിട്ടില്ല. അതിനർത്ഥം സുധാകരൻ ഫോക്കസ് ചെയ്യുന്നിരിക്കുന്നത് തന്നെ നശിപ്പിക്കാൻ, തന്നെ അപമാനിക്കാൻ ഇറങ്ങി തിരിച്ച ആലപ്പുഴയിലെ തൻ്റെ പ്രതിയോഗികൾക്കെതിരെ മാത്രമാണ്. അല്ലാതെ സുധാകരൻ CPM-നെതിരെ പറഞ്ഞിട്ടില്ല. അത് സുധാകരൻ CPM-നെതിരെ പറയാത്തടത്തോളം കാലം CPM-ൻ്റെ അണികളിലെ വലിയൊരു വിഭാഗം ആളുകളിലോട്ട് സുധാകരനിൽ എത്തിച്ചേരും. അവരൊക്കെ ആലപ്പുഴ നടക്കുന്ന സംഭവങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് സുധാകരൻ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് നീങ്ങിയിരിക്കുന്നതെന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? സുധാകരനെ ആദ്യം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് എടുക്കേണ്ടത്. സുധാകരനെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന രംഗത്തേക്ക് വരുമ്പോൾ, അതായത് 2021 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ H. സലാമിനോടൊപ്പം സുധാകരൻ പ്രവർത്തിച്ച ആളാണ്, ഇറങ്ങി നടന്ന് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ H. സലാമിന് വോട്ട് കുറഞ്ഞപ്പോൾ സുധാകരൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഇളമരം കരീമിനെ വിളിച്ചു വരുത്തി കമ്മീഷനെ വെച്ചു. അപ്പം അതാണ് നമ്മൾ തലയിൽ ആളുതാമസമുള്ളവർ ചിന്തിക്കുന്നതാണ്. ആ കാലഘട്ടത്തിൽ തൊട്ടടുത്ത കായംകുളത്തോട്ട് കുറഞ്ഞു.
അരൂർ വോട്ട് കുറഞ്ഞു, ചേർത്തല വോട്ട് കുറഞ്ഞു, അപ്പം ആലപ്പുഴ തന്നെ വോട്ട് കുറഞ്ഞു. അമ്പലപ്പുഴ മാത്രം വോട്ട് കുറഞ്ഞാണ് പ്രശ്നം. അതും ഏറ്റവും കുറവ് വോട്ട് കുറഞ്ഞത് അമ്പലപ്പുഴയാണ്. എന്ന് പറഞ്ഞാൽ ഈ പിശാചി വേട്ടയുണ്ടായിരുന്നു പണ്ട് ഈ കത്തോലിക്ക സഭയിലെ വിച്ച് ഹണ്ട് എന്ന് പറയും. അതായത് ഒരുത്തനെ കൊല്ലണമെങ്കിൽ പുരോഹിതന്മാരെല്ലാം കൂടെ പറയും ഇവൻ്റെ ശരീരത്തിൽ പിശാച് ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെല്ലാം പറയാം പിശാചാന്നെ കൊന്നുകളഞ്ഞേക്കാൻ പറയും, കൊല്ലും എന്ന് പറഞ്ഞാലൊരു പിശാച് വേട്ട നടത്താനാണ് ഇളമരം കരിയും ഇറങ്ങി. ഈ പിശാച് വേട്ട നടത്താൻ ഇറങ്ങിയ ഇളമരം കരിമാരാണ് രാജ്യസഭയിൽ നിന്ന്, അതാ സുധാകരൻ്റെ വാക്കാണ് പറയുന്നത്, രാജ്യസഭയിൽ നിന്നിറങ്ങി നേരെ ലോകസഭയിലേക്ക് മത്സരിക്കാൻ പോയ ആൾ. എന്താണ് കോഴിക്കോട് സംഭവിച്ചത്? അതിദയനീയമായി തോറ്റില്ലേ? നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ 8 നിലയിൽ ഇളമരം കരീം തോറ്റില്ലേ? ഇളമരം കരീമിൻ്റെ ചുവരെടുത്ത് ചില ഭാഗത്ത് ഇളമരം കരീമിന് വോട്ട് ചെയ്യുക, ചിലയിടത്ത് കരീമിക്കായ്ക്ക് വോട്ട് ചെയ്യുക. എന്ത് ധാർമ്മികതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്? ഇങ്ങനെയാണ് വോട്ട് പിടിക്കേണ്ടത്. കരീമിക്കായ്ക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ലല്ലോ. അപ്പോൾ ഇളമരം കരീം എന്ന് പറയുന്നൊരു ട്രേഡ് യൂണിയൻ നേതാവ് കമ്മ്യൂണിസ്റ്റിലും അതോടെ പാർട്ടിയിൽ അതോടെ അപ്രസക്തനായി. ഇളമരം അപ്രസക്തനായ ഒരു നേതാവ് എഴുതി കൊടുത്ത റിപ്പോർട്ട് വെച്ചാണ് സുധാകരൻ്റെ വേട്ടയാടാൻ ശ്രമിച്ചത്. അത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് വേണം ഒരു നടപടിക്ക് ശുപാർശ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അത് കൊണ്ടുവന്ന് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തു. സുധാകരനെ ശാസിച്ചു. എന്തിനാണ് ശാസിച്ചത്? വോട്ട് ചെയ്യാത്തതിന് സുധാകരനെ ശാസിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അപ്പോൾ ഇനി ഈ ഇലക്ഷൻ 2026 ഇലക്ഷൻ കഴിയുമ്പോൾ എല്ലാവരും ശാസിക്കും. അപ്പോൾ ഇതൊക്കെ വെറും കോമാളി ഷോ എന്നുള്ളതല്ലാതെ കോമഡി ഷോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ നിന്നൊക്കെ മാറി സത്യത്തിനെ സത്യമായി കാണാൻ തയ്യാറാണ്. സുധാകരൻ ഉയർത്തിയിരിക്കുന്ന ആരോപണം വളരെ ഗൗരവമുള്ള ഒന്നാണ്. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ്റെ പ്രതിയോഗികളും സുധാകരനെയും 2 തട്ടിലിരുത്തി തൂക്കി നോക്കിയാൽ സുധാകരനിരിക്കുന്ന തട്ട് താണിരിക്കും. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അറിയാം, അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോവുകയാണ് ജി സുധാകരൻ. എന്തായാലും നമുക്ക് സമയമില്ല, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കിത് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.